തൃശൂർ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ ഭാഗമായ വസ്തുവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവ് സ്വാഗതാർഹമെന്ന് പരാതിക്കാരൻ വിപിൻ പാറമേക്കാട്ടിൽ. ടാണവിലെ പഴയ ജയിൽ, CI ഓഫീസ് എന്നിവ നിൽക്കുന്ന സ്ഥലം സർക്കാർ ഭൂമിയായി പ്രഖ്യാപിച്ച ജില്ലാ കളക്ടറുടെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ ദേവസ്വം നടപടിയെടുക്കണമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവ്. വിപിൻ പാറമേക്കാട്ടിൽ ഹൈക്കോടതിയിൽ നൽകിയ പരാതിയിലാണ് നിർണായക ഇടപെടൽ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ ഭാഗമായ ഭൂമിയാണ് കാലങ്ങളായി ആഭ്യന്തര വകുപ്പ് കൈവശം വെച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഭൂമി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്ന് കാണിച്ച് ഇരിങ്ങാലക്കുട സ്വദേശിയും BJP സൗത്ത് ജില്ലാ സെക്രട്ടറിയുമായ വിപിൻ പാറമേക്കാട്ടിൽ നൽകിയ പരാതി പരിഗണിച്ച് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു. ഈ കേസ് പരിഗണിച്ച കോടതി 2005 കൂടൽമാണിക്യം ദേവസ്വം ആക്ട് 28 വകുപ്പ് പ്രകാരം വിഷയം ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ദേവസ്വം അധികൃതർ ചർച്ച നടത്തിയ ശേഷം തീരുമാനം വേണ്ടിവന്നാൽ പുനഃപരിശോധിക്കാൻ ഉത്തരവിട്ടു. 1840 കൊച്ചി രാജാവ് പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ ദേവസ്വത്തിന്റെ സ്ഥലത്ത് അനുമതി നൽകിയതാണെന്നും ഇപ്പോൾ പോലീസ് സ്റ്റേഷനും ജയിലും മാറ്റി സ്ഥാപിച്ചതിനാൽ ഭൂമി ദേവസ്വത്തിന് തിരികെ നൽകാൻ നടപടി ഉണ്ടാകണമെന്നുമാണ് ഹർജിയിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. ഇങ്ങനെ ഇത് ഒറ്റ ദിവസം കൊണ്ട് പുറമ്പോക്കായി. ദേവസ്വത്തിൻ്റെ ഒരു സ്ഥലം പുറമ്പോക്കായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ കളക്ടർ അടക്കമുള്ള ദേവസ്വം ബോർഡ് കമ്മിറ്റിക്കാരെല്ലാവരും കൂടി ഒന്ന് ചർച്ചയായിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ദേവസ്വം ബോർഡ് വളരെ ഈ കേസിനെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു സത്യവാങ്മൂലം കൊടുത്തു. ഞങ്ങളെ കളക്ടർ വിളിച്ചില്ല. അതായത് കളക്ടറുടെ അധികാരം ശരിവെക്കുന്ന രീതിയിൽ കളക്ടർക്ക് യാതൊരു അധികാരമില്ല ഈ ഭൂമി പുറമ്പോക്കായിട്ട് പ്രഖ്യാപിക്കാനായിട്ട്. ദേവസ്വം ഭൂമിയാണ്. ദേവസ്വത്തിന് ഭൂമിയിൽ യാതൊരു അവകാശമില്ലെന്നും 2024 ഓഗസ്റ്റിൽ തൃശൂർ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം ഈ ഭൂമി പുറമ്പോക്കിനത്തിൽപ്പെടുത്തി സർക്കാർ ഭൂമിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് സർക്കാർ വാദിച്ചെങ്കിലും ഈ ഉത്തരവിറക്കുമ്പോൾ ദേവസ്വം കമ്മിറ്റിയെ കേട്ടിട്ടില്ലെന്നും ഹർജിക്കാരൻ സമർപ്പിച്ച രേഖകൾ പരിശോധിച്ചിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. സർക്കാർ തലത്തിൽ ദേവസ്വം കമ്മിറ്റിയുമായി കാലങ്ങളായി നടത്തിയ കത്തിടപാടുകളിൽ ഇത് ദേവസ്വം ഭൂമിയാണെന്ന് അംഗീകരിച്ചിട്ടുള്ളതും ജില്ലാ കളക്ടർ പരിശോധിച്ചില്ല. ഈ ഭൂമി ദേവസ്വത്തിന് തിരികെ ലഭിക്കേണ്ടതാണെന്ന് സ്ഥാപിക്കാൻ 2005 കൂടൽമാണിക്യം ദേവസ്വം ആക്ടിലെ 28 വകുപ്പ് പ്രകാരം നടപടിയെടുക്കാൻ അവകാശമുണ്ടെന്ന ഹർജിക്കാരന്റെയും ദേവസ്വം കമ്മിറ്റിയുടെയും വാദം അംഗീകരിച്ചാണ് കോടതി ഉത്തരവിട്ടത്. അതേസമയം ക്ഷേത്രത്തിന് ഭൂമി തിരികെ ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും വിപിൻ പാറമേക്കാട്ടിൽ പറഞ്ഞു. അമൃത ന്യൂസ്, തൃശൂർ.